ഇന്നത്തെ ഉച്ചയൂണ് കണ്ടാലോ. അപ്പോൾ അതേ നല്ല ചൂട് ചോറും പിന്നെ ഞാൻ കുറച്ച് മീൻ വറുത്തെ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ഇവിടെ ഇങ്ങനെ തന്നെ പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടുമേ. അങ്ങനെ അത് ഞാൻ വറുത്തു. നല്ല കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വറുക്കുന്നതാണ്. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് കുറച്ച് ചീരത്തോരനും നല്ലൊരു പരിപ്പ് ചാറും വെക്കാമെന്ന് കരുതേ. അപ്പോൾ അതേ ചീര ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടും. അത്രയുള്ള എല്ലാം വളരെ സിമ്പിളാണ്. പരിപ്പിയാറിനാണെങ്കിലും പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വഴറ്റുന്നു. അപ്പോൾ ഇത് ചീരയ്ക്കാട്ടോ. കടുക് പൊട്ടിച്ചു, ചീര ഇട്ടു, അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു. അങ്ങനെ വലിയ റെസിപ്പി സംഭവമൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ അത് അവിടെ നിന്ന് വേകുന്ന നേരം കൊണ്ട് ഞാൻ പരിപ്പ് റെഡിയാക്കി വെച്ചു. അപ്പോൾ പരിപ്പിനകത്ത് നിങ്ങൾ ഈ സ്പൂൺ എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോയ്ക്കകത്ത് കണ്ടതാട്ടോ. ഒരു പുള്ളിക്കാരി പറയുന്നത് ഇതുപോലെ ചീറ്റത്തില്ല തെറിക്കത്തില്ല എന്നൊക്കെ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാണ്. ഓക്കെ, എന്താണേലും അതങ്ങനെ. പിന്നെ ഇത് പരിപ്പിയായിരുന്നു കേട്ടോ. കുറച്ച് കടുക് പൊട്ടിച്ച് ഈ സവോളയും തക്കാളിയും വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പരിപ്പും കൂടെ അതിനകത്തേക്ക് ഇടുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ മല്ലിയില ഇടുന്നത് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു പപ്പടവും കൂടെ കാഴ്ചയപ്പോണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് വളരെ രുചികരമായിട്ട് അടിപൊളി ഒരു ഉച്ചയൂണായിരുന്നു ഇന്നത്തെ. അങ്ങനെ കണ്ടോ, ആദ്യം തന്നെ ഞാൻ ആര്യൻകുട്ടനാണ് കൊടുക്കുന്നത്. അവൻ തന്നെ കഴിച്ചോളും. കുറച്ചൊക്കെ അവൻ തന്നെ കഴിക്കും. പിന്നെ കുറച്ചുകൂടി ഞാൻ വാരി കൊടുക്കും എൻ്റെ ഒരു സമാധാനത്തിന് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ കഴിപ്പിക്കാൻ ശീലിപ്പിച്ചതുകൊണ്ട് പുള്ളി തന്നെ കഴിച്ചോളും. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കൊടുത്തു. ഇങ്ങനെ അത് കഴിച്ചു. പിന്നെ ചേട്ടായി വന്നപ്പോഴും കഴിച്ചു. ഈ ചീരത്തോരൻ ചേട്ടായിക്ക് ഞാൻ ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി